റോൾസ് റോയ്സിൻ്റെ കള്ളിനാൻ എന്ന് പറയുന്ന മോഡലിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള റോൾസ് റോയ്സ് മോഡലുകൾ ഒന്ന് ബോട്ടെയിലും പിന്നെ അതുപോലെ തന്നെ ഫാൻഡോ ആണ് എന്ന്. ആ സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ തിരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഡോൺ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, അതും കൂടി ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത് റോൾസ് റോയ്സ് ഡോണിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ സവിശേഷതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് റോൾസ് റോയ്സിൻ്റെ ഡോൺ എന്ന് പറയുന്ന മോഡൽ. ശരിക്കും ഇതൊരു ഗോസ്റ്റ് ബേസ്ഡ് മോഡലാണെന്ന് പറയാം. അതായത് ഒരു കൺവേർട്ടബിൾ ആണ്. റോൾസ് റോയ്സിൻ്റെ തന്നെ ഫാൻറ്റം ഡ്രോപ്പഡ് കൂപ്പെ ആ ഒരു കൺവേർട്ടബിളിന് ശേഷം റോൾസ് റോയ്സ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കൺവേർട്ടബിളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ ഒരു ബ്ലാക്ക് ബാഡ്ജ് എഡിഷൻ ആണ് എന്ന് കൂടി പറയാം. ബ്ലാക്ക് ബാഡ്ജ് എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഷാഡോ എഡിഷൻ അതുപോലെ തന്നെ എൻലൈൻ എഡിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ റോൾസ് റോയ്സിൻ്റെ ഒരു സെപ്പറേറ്റ് ബ്ലാക്ക് തീംഡ് എഡിഷനെയാണ് ബ്ലാക്ക് ബാഡ്ജ് എഡിഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റൂബിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഒരുപാട് ലക്ഷറി വാഹനങ്ങളുള്ള ഒരു സ്ഥാപനം. അതിനകത്താണ് നമ്മൾ ഈ റോൾസ് റോയ്സ് ഡോണിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കം. ഗോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഗോസ്റ്റിൽ നിന്നതിനകത്തുണ്ട് എന്ന് പറയാം. ഒന്നാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ല്. ഈ ഗ്രില്ലിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണഗതിയിൽ റോൾസ് റോയ്സിൽ കണ്ടിട്ടുള്ള ആ ഗ്രില്ലുകൾ തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ചൊരു കുഴി കൂടുതലുള്ള പോലെ തോന്നും. അതായത് ഈ ഒരു ഭാഗം കുറച്ച് ഉള്ളിലേക്ക് പോയ പോലെ ഒരു തോന്നി. മറ്റേനകത്ത് ഇപ്പോൾ കള്ളിനാനകത്തൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു വിരലോളം താഴ്ച ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബാഡ്ജ് ആയതുകൊണ്ട് ഇതെല്ലാം ഒരു ബ്ലാക്ക് തീമിലേക്ക് സെറ്റ് ചെയ്തു. റോൾസ് റോയ്സിൻ്റെ ലോഗോ ബ്ലാക്കാണ്. സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ബ്ലാക്കാണ്. സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 100 വർഷത്തോളമായിട്ട് റോൾസ് റോയ്സിൻ്റെ മുഖമുദ്രയാണ് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന് പറയാം. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഫുള്ളി LED ഹെഡ് ലാമ്പ് യൂണിറ്റുകളാണ്. ഈ ഹെഡ് ലാമ്പിനെ ക്രമീകരിച്ച രീതി നോക്കിയാൽ അതായത് ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ അനുസരിച്ച് ബോഡിയെ മാറ്റി അല്ലെങ്കിൽ ബോഡിക്ക് അനുസരിച്ച് ഹെഡ് ലാമ്പിനെ മാറ്റി രണ്ടാമത് സംഭവിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ഫിനിഷിങ് ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലാമ്പ് യൂണിറ്റ് കാണാം, ഇവിടെ നമുക്ക് എയർ ഡാം യൂണിറ്റുകൾ കാണാം. അതിനകത്ത് ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ബാഡ്ജിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്ലാക്ക് വന്നു. സ്റ്റൂബിസ് അതിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് റോയ്സ് വാഹനങ്ങൾ കാണുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട ഈ ഒരു ഹുഡാണ്. സൂപ്പർ അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ പോലത്തെ ഒരു റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ബാഡ്ജിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇതളുകളായിട്ടുള്ളൊരു വീലും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കാണാൻ കഴിയും. ഒരു 21 ഇഞ്ച് അലോയ് വീലാണ്. അതുപോലെ തന്നെ ബ്രേക്ക് കാലിബേഴ്സിനകത്തും റോൾസ് റോയ്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. അതുപോലെ ഈ 6 ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എപ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കും. അതായത് വാഹനം വർക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു 6 കാണും എന്നുള്ളതാണ്. അപ്പം മുന്നിലൊരു സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി അതുപോലെ തന്നെ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം ഇത് റോൾസ് റോയ്സ് ആണ് എന്നുള്ളത്. എല്ലാത്തിനെയും കണ്ടാലറിയാം ഇതൊരു റോൾസ് റോയ്സ് ആണ് എന്നുള്ളത്. മനോഹരമായ ഒരു റെഡ് കളറിനകത്താണ് ഈ വാഹനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റോൾസ് റോയ്സിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സൂയിസൈഡ് ഡോറുകളാണ്. 2 ഡോറാണ്. അതുപോലെ തന്നെ 4 സീറ്ററാണ്. പക്ഷേ ഒരു 2 ഡോർ എന്ന് പറയുന്ന സമയത്ത് ഒരു 4 ഡോറിനേക്കാളും ലെങ്തി ആയിട്ടുള്ളൊരു വാഹനമാണ് എന്ന് പറയാം. അത്രയും വലിയ ഒരു വാഹനമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സൈഡിലേക്ക് തന്നെയാണോ ഒരു 2 ഡോറിൽ നമുക്ക് ഒരിക്കലും ഇത്ര വലിയൊരു വാഹനം വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോമിയം ഫിനിഷ് കാണാം. കോച്ച് ലൈൻ അതായത് ഡബിൾ കോച്ച് ലൈനാണ്. സാധാരണ ഇതിൽ സിംഗിൾ കോച്ച് ലൈൻ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ചില മോഡലുകൾക്കകത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഇൻഫിനിറ്റി ലോഗോയും കാണാറുണ്ട്. ചില മോഡലിനകത്ത് ബ്ലാക്ക് ബാഡ്ജിനകത്തേക്ക് വരുന്ന സമയത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതേപോലെ ഇതാണ് റിയർ ഭാഗം, അതായത് ടെയിൽ ലാമ്പ് യൂണിറ്റ്, ക്രോമിയം ഫിനിഷ്. അതുപോലെ ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളൊരു റോൾസ് റോയ്സിൻ്റെ അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ബാഡ്ജിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റും ബ്ലാക്ക് ബാഡ്ജാണ്. ഈ എക്സോസ്റ്റിനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് 3 എണ്ണം ഉണ്ട്. നോക്കിയാൽ 3 എക്സോസ്റ്റ് ഒരു സൈഡിൽ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് 3 എക്സോസ്റ്റുകളുണ്ട്. അപ്പോൾ മൊത്തം 6 എക്സോസ്റ്റുകളാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അടിപൊളിയല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബൂട്ട് സ്പേസ് റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അത്യാവശ്യം സ്ഥല സൗകര്യം കേട്ടോ. ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് തള്ളി വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചുള്ള ഒരു ബൂട്ട് സ്പേസാണ്. പക്ഷേ ഇതിനകത്ത് കൊടുത്തുള്ള മെറ്റീരിയൽ ശ്രദ്ധിച്ചൊരു ആണോ ഒരു ആ ലക്ഷറി എന്നുള്ളൊരു സാധനം നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലായിടത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ. അതുപോലെ ഈ ബട്ടൺ ശരിക്കും പറഞ്ഞാൽ റോൾസ് റോയ്സ് തന്നെയാണ്. റോൾസ് റോയ്സ് ആണ് എന്ന് മാത്രമല്ല ഈ ചിത്രം സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിനെ അവിടെ കാണാൻ കഴിയും. സൂപ്പറായില്ല? അതായത് ആ ഒരു സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡീറ്റെയിലാണ്. പക്ഷേ റോൾസ് റോയ്സ് ആ ഒരു ഡീറ്റെയിലിംഗ് പെർഫെക്ഷൻ്റെ ഭാഗമായിട്ട് അതും അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് അകത്തെ വിശേഷങ്ങളാണ്. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഡോറുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ശരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2019 മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് ശേഷം വന്ന മോഡലുകളിൽ ജസ്റ്റ് ഡോർ ഒന്ന് കണ്ട് അൺലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുന്ന സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് അതില്ല, നമ്മൾ മാനുവലി തന്നെ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ്. സൂയിസൈഡ് ഡോറുകളാണ്. നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് സെക്കൻഡ് റോയിലേക്കും കടക്കാൻ പറ്റും. സെക്കൻഡ് റോയിലേക്ക് കടക്കാനുള്ള വഴി ഇത് മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഡോർ വരുന്നത്. ഡോറിനകത്ത്
ആ ഒരു പഴയ സ്റ്റൈലിൽ നമ്മുടെ മിററിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ, ഡോർ ലോക്ക് ആൻഡ് ലോക്ക്, അതുപോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ബെസ്പോക്ക് ഓഡിയോ ആണോ, അതിനകത്ത് RRൻ്റെ ലോഗോ ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഡോർ ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ബട്ടൺസ്. ഈ തീം നല്ല രസമുണ്ടല്ലേ, ആ റെഡിനോട് കറക്റ്റായിട്ട് മാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു തീം നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ആയിട്ട് കൊടുത്തു, അത് ബ്ലാക്ക് ബാഡ്ജ് ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലൈനും ബ്ലാക്ക് ആയിട്ടാണ് ക്രമീകരിച്ചുള്ളത്. നൈസ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം, കൊള്ളാമല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോമിയം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോൾസ് റോയ്സ് ഡോൺ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, DAWN. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇൻഫിനിറ്റി ലോഗോയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻഫിനിറ്റി ലോഗോ ഡോണിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സാധാരണഗതിയിൽ റോൾസ് റോയ്സിനകത്തൊരു കുട ഉണ്ടാവാറുണ്ട്, ഒരു അംബ്രല, അത് കൊടുത്തുള്ളത് ഇവിടെയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അംബ്രല ഇങ്ങോട്ട് ഓപ്പൺ ആയി വരും. ഇത് അത്യാവശ്യം നല്ല പ്രൈസി ആയിട്ടുള്ളൊരു അംബ്രല കേട്ടോ. റോൾസ് റോയ്സിൻ്റെ മോണോഗ്രാമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബ്ലാക്ക് ഇതിനകത്ത്. പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ് ഞാൻ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ ഒരു കുട എടുത്തിട്ട് ഇത് ലോക്ക് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഡോറ് വന്നടഞ്ഞ് കുടയും കേടുവരും, അതുപോലെ വണ്ടിയും കേടുവരും. അത് കുറച്ച് ഡേഞ്ചറാണ് സംഭവം, കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്, സൂക്ഷിക്കണം അല്ലേ. കൊള്ളാം. അതുപോലെ ഡോർ ഹാൻഡിൽസിൻ്റെ ഒരു ഭാഗം ഇവിടെ തുറന്ന് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട്. നൈസ്. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്ത് കയറിയിരിക്കാം. അതിനുകൊണ്ട് സീറ്റിനെയും കൂടി കുറിച്ച് പറയാം. RRൻ്റെ മോണോഗ്രാം, ലെതറൊക്കെ റിച്ച് ലെതറാണ്. അപ്പോൾ അതിനൊരു ബ്ലാക്ക് തീം കൊടുത്തിട്ടുണ്ട്, അത് ആ ഒരു ബ്ലാക്ക് തീമിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇവിടെ കാണാം. സീറ്റ് ബെൽറ്റുകൾ സീറ്റിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്, അതായത് ബോഡിയിലേക്ക് ടച്ച് ചെയ്യില്ല. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നൊരു കണക്ഷനൊക്കെ കൊടുത്ത് ഇതാക്കാറുണ്ട്, പക്ഷേ ആ ഒരു സംഭവത്തിലൊന്നും വന്നിട്ടില്ല. സീറ്റിൽ തന്നെ ക്രമീകരിച്ചു, അത്രയും സ്ഥലം ലാഭിച്ചു എന്നുള്ളതാണ്. സീറ്റുകൾ റിച്ച് ലെതറാണെന്ന് ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല കുഷ്യനോട് കൂടിയിട്ടുള്ള സീറ്റാണ്. ഇനി നമുക്ക് അകത്തേക്ക് കയറിയിരിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള സംസാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. നമ്മൾ പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്റ്റാണ്, പക്ഷേ അന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറിനെ കുറിച്ചാണ്. അത് പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവോൾവ് ആണ്, പക്ഷേ അതിൻ്റെ ഫ്രഞ്ച്വുഡ് എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻറ്റ് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ. നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അതൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്മെല്ല് എന്നാണ് പറയുക, പക്ഷേ രസമുണ്ട്. നല്ലൊരു ഒരു എന്താ ഇതിന് പ്രത്യേകിച്ച് അത് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. അത്രയും രസകരമായിട്ടുള്ളൊരു ഒരു മൈൻഡ് റിലാക്സിങ് സ്മെല്ല് എന്നൊക്കെ പറയില്ല, ആ തരത്തിലൊരു സ്മെല്ലാണ്. അപ്പം ഇൻവോൾവ് വേണ്ടത് ഇതുവരെ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. നല്ല പ്രൊഡക്റ്റാണ്, വർത്തിയാണ്. 300 രൂപയാണ്. നമുക്കൊരു 3 മാസം ഉപയോഗിക്കാം. ഒരു 3Mൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കപ്പ് ഹോൾഡറിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ടോ, പിന്നെ ഇതിനകത്ത് വെക്കാം. കപ്പ് ഹോൾഡറിൻ്റെ എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഇവിടെ കറക്റ്റ് കപ്പ് ഹോൾഡറിനകത്ത് നമുക്ക് ഫിറ്റായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ലീക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്ത് മരക്കട്ടയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാത്ത ആൾക്കാർ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച ആൾക്കാർ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അകത്തേക്ക് വന്നതിന് ശേഷം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഡോറിനെ ക്ലോസ് ചെയ്യാണ്. നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡോറിനെ ക്ലോസ് ചെയ്യാം. അത് റോൾസ് റോയ്സ് കൊടുത്തുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഒരു ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈയിട്ടിട്ട് അത് വലിച്ചടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് റോൾസ് റോയ്സ് ആ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാർബൺ ഫൈബർ എലമെൻറ്റ് ഇവിടെ ഉടൻ തീം വരാറുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് തേക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാർബൺ ഫൈബർ നല്ല രസമുണ്ട് കേട്ടോ, ഒരു ബ്ലാക്ക് ബാഡ്ജിലേക്ക് വന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ ആ ഒരു തനത് ശൈലിയിലുള്ള ഡയലുകളും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ, ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോളിനെ സെറ്റ് ചെയ്യാനുള്ള കൺട്രോൾസ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയിട്ടുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. ഈ സ്റ്റിയറിങ് ഭയങ്കര സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അപ്ഗ്രേഡഡ് ആയിട്ട് പോലും ആ ഒരു സിമ്പിൾ സ്റ്റിയറിങ് തനത് ലുക്കിൽ നിലനിർത്തുന്ന കാര്യത്തിൽ റോൾസ് റോയ്സ് ഭയങ്കര ശ്രദ്ധാലുവാണ് എന്ന് പറയേണ്ടി വരും. ചെറിയ ചെറിയ ലക്ഷറി ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയുടെ കാര്യത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് കഴിഞ്ഞാലും അതിന് ആ ഒരു ട്രഡീഷണൽ ലുക്ക് അതെപ്പോഴും നിലനിർത്താൻ റോൾസ് റോയ്സ് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഡയലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ AC വെൻ്റ് ഓപ്പണിംഗ് ക്ലോസിങ് ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ക്ലോക്ക് അതും റോൾസ് റോയ്സ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഇപ്രാവശ്യം കൊടുത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോഗോ ആണ്, അതായത് ആ ഒരു ഇൻഫിനിറ്റിയുടെ ലോഗോനെയാണ് കൊടുത്തുള്ളത്. ഇതൊരു ബ്ലാക്ക് ഭാഗം, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സീറ്റിൽ കണ്ട ആ ഒരു ഭാഗം കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ AC ക്ലൈമറ്റ് കൺട്രോൾ, സീറ്റ് വെൻറ്റിലേഷൻ്റെ കൺട്രോൾസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. കപ്പ് ഹോൾഡറുകൾ കാണാം, ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റോട്ടറി സ്വിച്ച്, സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ റോൾസ് റോയ്സ് ഡോണും അതുപോലെ തന്നെ റൈത്തും മാത്രമാണ് നിലവിൽ, ഇപ്പം റൈത്തൊന്നും ഇറങ്ങുന്നില്ല, പക്ഷേ എന്നിട്ട് കഴിഞ്ഞാലും നിലവിൽ BMW പ്ലാറ്റ്ഫോം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ BMW ഒരു ഷെയറിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ശരിക്കും BMW ഐ കണക്ട് എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റോൾസ് റോയ്സ് ശരിക്കും ഒരു BMW ഫാമിലിയിൽ പെട്ടതാണെന്ന് പറയാം. അത് സത്യമാണല്ലോ. ഓക്കെ, അത് ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓൺ ആവുന്ന സമയത്ത് ഓപ്പൺ ആയി വരികയും അല്ലാത്ത സമയത്ത് ക്ലോസ് ആവുകയും ചെയ്യുന്നൊരു സിസ്റ്റം. ഇതെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ചാണ്. അത് നമുക്ക് എടുത്ത് പറയണം. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിച്ചിങ് എടുത്ത് പരിശോധിച്ചാൽ, അതുപോലെ ഇത് കണക്ട് ചെയ്ത രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പ്ലേസ് ചെയ്ത് എല്ലാം തന്നെ ശരിക്കും ഒരു സാധാരണ വാഹനമല്ല ഇത് എന്നുള്ളൊരു ഫീല് റോൾസ് റോയ്സ് നമുക്ക് എപ്പോഴും തരാറുണ്ട്. അപ്പം ഡൗണിൽ വരുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഡൗൺ ഒരു ഓപ്പൺ ടോപ്പ് വാഹനമാണ് എന്നുള്ളതാണ്. അതായത് ഡൗൺ ഒരു കൺവേർട്ടബിളാണ്, നമുക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയുടെ ഈ ഒരു റോട്ടറി സ്വിച്ചില്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ടോപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണോ, യെസ്, ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് ഓപ്പണായി വന്നുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ക്ലോസ് ആവാൻ പോവാണ്, ഓപ്പൺ ആവുക എന്നല്ല പറയാം, പക്ഷേ അവിടെ നിന്ന് ഓപ്പണായി വരികയാണോ, ഒന്ന് ക്ലോസ് ആയി. ഇനി നമ്മളിത് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലത്തെ ഇതെല്ലാം ക്ലോസ് ഔട്ടാവും. അതായത് ഈ വിൻഡോകളും എല്ലാം ക്ലോസ് ആയിട്ട്, വിൻഡോ ഒക്കെ ക്ലോസ് ആയി നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിലുള്ളൊരു വാഹനത്തിനകത്തിരിക്കുന്ന പോലെ. ഇനി അതേപോലെ തന്നെ നമുക്കത് തിരിച്ച് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആയി പോവുകയും ചെയ്യും. ഒരു ഓപ്പൺ ടോപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മിനി കൂപ്പർ ഡ്രൈവ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും ഒരു ക്ലോസർ വാഹനത്തിനകത്ത് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലാണ് ശരിക്കും ഒരു ഓപ്പൺ ടോപ്പ് വാഹനം ഡ്രൈവ് ചെയ്ത സമയത്ത് കിട്ടുന്നത്. ഭയങ്കര ഏറിയ ആയിട്ട്, ഭയങ്കര സ്പോർട്ടി ആയിട്ട്, ഭയങ്കര എൻജോയബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. പ്രത്യേകിച്ച് UAE പോലത്തെ ഒരു രാജ്യത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ശരിക്കും ചൂടത്ത് പറ്റൂല കേട്ടോ, അത് വേറെ സത്യം. എന്നിരുന്നു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തൊരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ, ആ ഒരു സമയത്തൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിനകത്ത് യാത്ര ചെയ്യുക എന്നുള്ളത്. അത് ഇങ്ങനെ വീഡിയോയിലൂടെ എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്കങ്ങനെ ദുബായിലൂടെ ഒരു ഓപ്പൺ ടോപ്പ് എക്സ്പീരിയൻസ് ഞാൻ പോയിട്ടുണ്ട്. അതായത് താറിന് ഇപ്പോൾ നമ്മൾ ജാഷിക്കാട് റാംഗ്ലറിനകത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ റോൾസ് റോയ്സിനകത്ത് പോകുമ്പോൾ അതൊരു വേറെ ഫീലാണല്ലോ. ഓക്കെ, അതാണ് സംഭവം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ബാക്കിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ള ആഷ്ട്രേ, അതുപോലെ തന്നെ സിഗരറ്റ് എത്തിക്കാനുള്ള ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നതിൻ്റെ ബട്ടൺ ഇതിനകത്ത് ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട്. അതെന്താ അവിടേക്ക് ഹിഡൻ ആക്കി വെച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ റിയർ വ്യൂ മിറർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ SOS ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സൺറൂഫ് ഇല്ലാത്തതുകൊണ്ട് സൺറൂഫിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് വാനിറ്റി മിറർ വിത്ത് ലാമ്പാണ് ക്രമീകരിച്ചുള്ളത്. നൈസല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു ടച്ച് ഇപ്പോൾ എല്ലാത്തിലും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് പാർക്ക് ബ്രേക്ക്, അതുപോലെ ഹോൾഡ് ബട്ടൺ, 360 ഡിഗ്രി ക്യാമറ വ്യൂയുടെ ബട്ടൺ, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഇതിലെല്ലാം തന്നെ ഒരു ലക്ഷറി ടച്ച് ഉണ്ട്. ജസ്റ്റ് ഒരു ബട്ടൺ കൊടുക്കുന്നതിന് പകരം ഒരു ക്രോമിയം ആവരണം കൊടുത്ത് ഒരു ബ്ലാക്ക് ബട്ടൺ അതിനകത്ത് ക്രമീകരിച്ച രീതി, അതുപോലെ തന്നെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, എല്ലാം തന്നെയും ഒരു റിച്ച് ഫീൽ റോൾസ് റോയ്സ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിസ്റ്റം ഇപ്പോഴും റോൾസ് റോയ്സ് മാറ്റിയിട്ടില്ല. ദാറ്റ്സ് ഗുഡ്. ആ ഒരു ട്രഡീഷൻ നിലനിർത്തുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ, ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് റോയിനെ കുറിച്ചാണ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കയറുക, ഇവിടെ ഒരു ബട്ടൺ ഉണ്ടോ, ഇതൊന്നും ഇങ്ങോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇതും കണ്ടോ ഒരു ക്രോമിയം ഫിനിഷോട് കൂടി കൊടുത്തിട്ട്, സാധാരണ ഇതിലൊരു പ്ലാസ്റ്റിക് ഭാഗം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങുന്നവർക്ക് അവിടെ ഒരു പ്ലാസ്റ്റിക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് എന്ന് റോൾസ് റോയ്സിന് അറിയാം. സോ അവിടെ ഒരു ക്രോമിയം ആവരണം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ബാക്കിൽ. 4 സീറ്ററാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വലിയൊരു സെൻറ്റർ ടണലുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു മെറ്റീരിയൽ നോക്കിയാൽ ഒരു രോമ കുപ്പായം പോലത്തെ ഒരു സാധനം. അതിനകത്ത് കയറുമ്പോൾ ഒന്ന് ആലോചിച്ച് കയറേണ്ട ഒരു അവസ്ഥയുണ്ട്, കാരണം അത്രയും വൃത്തിയാക്കി സൂക്ഷിച്ചതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇരിക്കുന്ന സമയത്ത് കൊള്ളാം, നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വിൻഡോയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് ഏകദേശം 16 മ്യൂസിക് സിസ്റ്റങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി സെൻട്രൽ ടണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബട്ടൺസ്, പിന്നെ അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡറുകൾ ബാക്കിലുള്ള 2 ആൾക്ക്. ഇതിനകത്ത് 2നും വ്യത്യാസമുണ്ടല്ലേ, അതായത് കൊടുത്തുള്ള ഡിസൈനുകളും സൂക്ഷിച്ച് നോക്കിയാൽ 2 തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇത് വീട്ടിൽ ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ആസ്ട്ര, ഇവിടെ ഒരാൾക്കുള്ള ആസ്ട്ര മാത്രമേ ഉള്ളൂ. 2 ആളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒരു കാർബൺ ഫൈബറായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ഉടൻ തീമും വരുന്ന മോഡലുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ക്രമീകരിച്ചിട്ടുണ്ട്. നൈസ്, കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ഇൻഫിനിറ്റി ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമുക്ക് സാധാരണഗതിയിൽ റോൾസ് റോയ്സുകൾ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ തന്നെ ഈ മോഡലിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിലൊന്നും ഒരു ലിമിറ്റേഷനും ഇല്ല കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രിഡ്ജ് വെക്കാം, വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ റോൾസ് റോയ്സിൻ്റെ ഏറ്റവും വലിയ 2ാമത്തെ ഹൈലൈറ്റ്. 1ാമത്തെ ലക്ഷറിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. റോൾസ് റോയ്സ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ V12 എഞ്ചിൻ. ഒരു 6.6 ലിറ്റർ V12 എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 532 ഹോഴ്സ് പവറും 820 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയാം. 12 വാൾവുകളും നോക്കണം, ശരിക്കാണ് എടിപൊളി. റോൾസ് റോയ്സിൻ്റെ മോണോഗ്രാം ചെയ്തിട്ടുണ്ട് 2 സൈഡിലും.
പാക്കിംഗ് ഒക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന വാഹനത്തിൻ്റെ എൻജിൻ പാക്കിങ്ങും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് ശരിക്കും നമുക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. അത് ആ ഒരു ലക്ഷറി രീതിയിൽ തന്നെയാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നൈസ്. ശരിക്കും റോൾസ് റോയ്സ് എന്ന് പറയുന്ന വണ്ടി ലക്ഷറിയുടെ കാര്യത്തിൽ ഭയങ്കര ഹൈലൈറ്റ് ആണൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആക്സലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസ് ലെവലിലേക്കും കൂടി ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും നമ്മൾ ഗോസ്റ്റൊക്കെ ഡ്രൈവ് ചെയ്ത സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കുതിച്ച് പായുന്നൊരു വാഹനമായിട്ട് റോൾസ് റോയ്സ് മാറാറുണ്ട് എന്നതാണ്. ഇവിടെ നമുക്ക് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈഡ്രോളിക് സ്ട്രട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോണറ്റ് എന്ന് പറയാം. അതിന് ഈ ഒരു സെൻറ്ററൊക്കെയാണ് അത് കറക്റ്റ് ഇങ്ങോട്ട് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നതാണ്. അപ്പോൾ ഇതാണ് റോൾസ് റോയ്സ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഡോൺ എന്ന് പറയുന്ന മോഡലിനെ. എങ്ങനെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ ചെയ്യുന്നത് സ്റ്റൗബിസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ നമ്മളെ നിഖിൽ ബ്രോ, താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവിധ സപ്പോർട്ട് തന്നെ. എവിടെ നാട്ടിലെവിടെയാണ്? കണ്ണൂരുകാരനാണ് അദ്ദേഹം. നമ്മൾ കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ചെയ്ത് തന്നിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അത് ചെറിയൊരു ബ്രേക്ക്.